ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണുവാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ എടുത്ത വീഡിയോ ആണിത്. പക്ഷേ നിങ്ങളോടൊരു കാര്യം സംസാരിക്കുമ്പോഴത്തേന് ഈ വീഡിയോ ഇടണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇടുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയപ്പം ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ആ ട്രിപ്പിലുണ്ടായിരുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, മോനെ ഇതുവരെ പഠിച്ചതാണ്, വേറെ ജോലിയൊന്നും കിട്ടാഞ്ഞുകൊണ്ടാണോ ഡ്രൈവറായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നമ്മളെ പുച്ഛിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് എനിക്ക് പറയാനായുള്ളത് രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. അതിലൊന്നാമത്തത് ഞാൻ ചോദിച്ചത്, ചേട്ടാ നിങ്ങൾ ഈ ട്രിപ്പ് വന്നത് എല്ലാവരും കൂടെ ഷെയർ ഇട്ട്, ഫാമിലി ആണെങ്കിലും, അതായത് അവരെല്ലാം ഫാമിലിയാണ്, അപ്പം നിങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടല്ലേ ഈ ട്രിപ്പ് വരുന്നത്. അപ്പം നിങ്ങൾ പിരിവിട്ട് വന്നു, ഞാൻ പിരിവിടാതെ വന്നു. അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഞാനും കാണാത്ത സ്ഥലമാണ്, നിങ്ങളും കാണാത്ത സ്ഥലമാണിത്. അപ്പം നിങ്ങൾ ഈ സ്ഥലത്ത് വന്നത് എല്ലാവരും കൂടെ പിരിവിട്ട് വന്നു. ഞാൻ ഈ സ്ഥലത്ത് വരുന്നത് ശമ്പളം മേടിച്ചാണ് നിങ്ങളുടെ കൂടെ കാണാത്തൊരു സ്ഥലത്ത് വന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ ഞാനും എൻജോയ് ചെയ്തു. നിങ്ങൾ വണ്ടിയെ കിടന്ന് തുള്ളുമ്പം ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് എൻ്റെ മനസ്സിൽ തുള്ളുന്നു, കയ്യിൽ താളം പിടിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ വല്ലതും പോകണമെങ്കിൽ നിങ്ങൾ എന്നോട് അനുവാദം ചോദിക്കണം, ഒന്ന് നിർത്താവോ എന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ ഞാൻ അടുത്ത പെട്രോൾ പമ്പ് കണ്ടാൽ അവിടെ നിർത്തും, ഞാൻ പോവും. അപ്പോൾ ഇതിൽ ആരാ മെച്ചപ്പെട്ടവൻ, ആർക്കാണ് ഗുണം കൂടുതൽ? അതുപോലെ തന്നെ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് BHM ഹോട്ടൽ മാനേജ്മെൻറ്റ് 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 8 വർഷം സൗദി അറേബ്യയിൽ ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ വിട്ടിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വന്നതാണ്. 30 വർഷത്തോളം എൻ്റെ ഫോണിലുണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതൽ കോണ്ടാക്ട്സ് ഇപ്പോൾ 2 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുമ്പം എൻ്റെ ഫോണിലുണ്ടായെങ്കിൽ അതിനൊരൊറ്റ കാരണമുള്ളൂ, ഡ്രൈവർമാർക്കുള്ള അത്രയും കോണ്ടാക്ട്സ് ഈ ലോകത്തിൽ വേറെ ആർക്കും ഇല്ലെന്ന് തന്നെ പറയാം. നമ്മളൊരു വണ്ടിയുടെ ടയർ പഞ്ചറായി വല്ലതും വഴി കിടന്നാലോ എന്നോ ഒരു കൈ കാണിച്ചാൽ മതി, ഏതെങ്കിലും ഒരു ഡ്രൈവർ വന്നാൽ ഉറപ്പായിട്ടും അവൻ നിർത്തി നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കും. അതാണ് ഈ ഫീൽഡിൻ്റെ ഗുണം. അപ്പോൾ ഇനി ഡ്രൈവർമാരെ പുച്ഛിക്കുന്നവരൊക്കെ ഈ 2 കാര്യമൊന്നും മനസ്സിൽ ഓർത്തിട്ട് വേണം പുച്ഛിക്കാനായിട്ട്. അപ്പോൾ ഡ്രൈവറായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, അതിൽ അഭിമാനിക്കുന്നു. എൻ്റെ അപ്പനും ഒരു ഡ്രൈവറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ ഒരു അടിപൊളി സ്ഥലം.